പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ റിമാൻഡിലായ ചെന്താമരയ്ക്കായി പോലീസ് ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകിയേക്കും. ക്രൈം സീൻ പോത്തുണ്ടിയിൽ പുനരാവിഷ്കരിക്കും. നാട്ടുകാരുടെ പ്രതിഷേധം കണക്കിലെടുത്ത് കനത്ത സുരക്ഷയോടെയായിരിക്കും തെളിവെടുപ്പ് നടത്തുക. ചെന്താമരയെ കസ്റ്റഡിയിൽ വാങ്ങും മുൻപ് മൊഴി രേഖപ്പെടുത്താനാണ് പോലീസ് തീരുമാനം. കോടതിയിൽ ചെന്താമര തെറ്റ് ഏറ്റുപറഞ്ഞതും രേഖയാക്കും. കൃത്യമായ ആസൂത്രണത്തിലൂടെ പ്രതി നടപ്പാക്കിയ കൊലപാതകമെന്ന് തെളിയിക്കാൻ പുനരാവിഷ്കരണമടക്കം ആവശ്യമാണെന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ നാട്ടുകാരുടെ പ്രതിഷേധം വെല്ലുവിളിയാകും. അതിനാൽ രഹസ്യമായിരിക്കും പോലീസിന്റെ നീക്കങ്ങൾ. പ്രതിഷേധം തണുത്ത ശേഷം തെളിവെടുപ്പ് മതിയെന്നാണ് ഉന്നത ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശം. പോലീസിനെ പോലും അമ്പരപ്പിച്ച് സ്റ്റേഷന് മുന്നിലെ വികാര പ്രകടനങ്ങളുടെ പശ്ചാത്തലത്തിലാണ് തീരുമാനം. ചെന്താമര അഴിക്കുള്ളിലായെങ്കിലും പ്രദേശത്ത് പോലീസ് കാവലിപ്പോഴും തുടരുന്നുണ്ട്. ആലത്തൂർ മജിസ്ട്രേറ്റ് കോടതിയാണ് ചെന്താമരയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. കോടതിയിലെത്തിച്ച പ്രതി 100 വർഷം ജയിലിൽ അടച്ചോളൂവെന്നും കൃത്യം ചെയ്തത് ഒറ്റയ്ക്കാണെന്നും നേരത്തെ ഏറ്റുപറഞ്ഞിരുന്നു. കേരള വിഷൻ ന്യൂസ്, പാലക്കാട്.